السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പ്രസ്ഥാന ബന്ധുക്കൾ തുടങ്ങി എല്ലാവരുടെയും ബർസഖി ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടൊന്നിച്ച് അവരെയും നമ്മെയും അള്ളാഹു എൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും നമുക്കുമൊക്കെ ദീനിൻ്റെ ഖിദ്മത്തിലായി അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയ എല്ലാവരുടെയും സംഭാവനകൾ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ബർസഖി ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ആമീൻ. തഫ്സീറുകളിലെ വ്യതിയാനങ്ങൾ എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. റഷീദ് റിളയുടെ തഫ്സീറുൽ മനാർ എന്ന തഫ്സീറാണ് ചർച്ചയ്ക്ക് വേണ്ടി എനിക്ക് നൽകിയിട്ടുള്ളത്. റഷീദ് റിള 1315 മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ്. മുഹമ്മദ് അബ്ദു അദ്ദേഹത്തെ ലാസിമാക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്ത് ഈജിപ്തിൽ വന്നു. ഇയാളുടെ ജനനം 1282 റഷീദ് റിള 1354 മരണം. തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന തഫ്സീർ ഫാത്തിഹയിൽ തുടങ്ങി സൂറത്ത് യൂസുഫിലെ 101 റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്കി എന്ന് പറയുന്ന ആയത്ത് വരെയാണ് എഴുതിയിട്ടുള്ളത്. ഈ തഫ്സീറിൽ ഉടനീളം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ശൈലി യുക്തിക്ക് അമിതമായ പ്രാധാന്യം നൽകി. അദ്ദേഹത്തിൻ്റെ യുക്തി, ആ യുക്തിക്ക് അമിതമായ പ്രാധാന്യം നൽകി ഹദീസുകളെയും ഖുർആനെ വരെ തള്ളിക്കളയുന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതാണ്. ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് കാണാം, വലൗലാ ഹികായത്തുൽ ഖുർആനിലി ആയാത്തില്ലാഹില്ലത്തി അയ്യദ ബിഹാ മൂസാ വ ഈസാ അലൈഹിമസ്സലാം. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒരുപാട് മുഅ്ജിസത്തുകൾ ഖുർആനിൽ പറയുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളൊന്നും അല്ലാഹു തആല ഖുർആനിൽ ഉദ്ധരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലകാന ഇഖ്ബാലു അഹ്റാരിൽ അഫ്രഞ്ചി അലൈഹി അക്തറ. ഫ്രഞ്ചുകാരും മറ്റും യൂറോപ്യര് കൂടുതൽ ഇസ്ലാമിലേക്ക് വരാൻ അത് കാരണമാകുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അല്ലാഹു തആല ഖുർആനിൽ ഇതൊക്കെ ഉദ്ധരിച്ചതാണ് ഇപ്പം തകരാറായി പോയത്. അള്ളാനെ തിരുത്തുന്നത് വരെ, അള്ളാനെ തിരുത്തലാണല്ലോ യഥാർത്ഥത്തിൽ, ഇതാണ് സാധനം. എന്നിട്ട് പറയുന്നു വഖ്തിദാഉം ബിഹി അഅമ്മ വ അസ്റഅ. കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു. ഈ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും മരിച്ചവരെ ജീവിപ്പിക്കുക എന്നൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ
ഏത് വടിട്ടാൽ പാമ്പാകുക, അതുപോലെ സമുദ്രം പിളർന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ആയത്തുകൾ, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഈ ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം യൂറോപ്യർ ബേക്ക് കീഴ്. അല്ലെങ്കിൽ അവർ ഇതൊന്നും ഇല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കൂടുതൽ കടന്നു വരുമായിരുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വരെ തിരുത്താൻ ശ്രമിച്ച മുതലാണിത്. അതുകൊണ്ട് ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യമല്ല. ഏതായാലും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എല്ലാ മുഅ്ജിസത്തുകളെയും ഭൗതികമായി വ്യാഖ്യാനിക്കുക എന്നതാണ്. എന്നാണ് ഖുർആൻ മാത്രമാണ് നബിയുടെ മുഅ്ജിസത്ത് എന്നാണ് ഇയാളുടെ വാദം. മുഅ്ജിസത്തായിട്ടുള്ള ഖുർആൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ളതൊന്നും ഏതല്ല, മുഅ്ജിസത്തുകളല്ല, നുബുവത്തിന് രേഖയും അല്ല. അതൊക്കെ നബിയെ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു തആല ആദരിച്ചതാണ് എന്ന നിലക്കാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ സൂര്യൻ അല്ല ചന്ദ്രൻ പിളർന്നത് ഖുർആനിൽ നേർക്ക് നേരെ പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇയാളുടെ വാദത്തേക്ക് കൊണ്ടുവന്നത് നമുക്ക് കാണാം. ഉദാഹരണമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് വെറും ആത്മീയ ജീവൻ നൽകലാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ടുപോയ ഒരു വ്യക്തിയെയും ഈസാ നബി അലൈഹി സ്വലാം ജീവിപ്പിച്ചിട്ടില്ല. പിന്നെ അതെന്താണ്? ആത്മീയമായിട്ട് ചില ജീവൻ നൽകലാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. പിന്നെ കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്ത് രാജാവിൻ്റെ സൈന്യത്തെ അബാബീൽ പക്ഷികളെ കൊണ്ട് അല്ലാഹു തആല നശിപ്പിച്ച സംഭവം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്തിൽ പറയുന്നുണ്ട്. ആ സൂറത്ത് വരെ ഇയാൾ തഫ്സീർ എഴുതിയിട്ടില്ല. എന്നാലും വേറെ ചില സ്ഥലങ്ങളിൽ ഇദ്ദേഹം പറയുന്നത് അവിടെ ഉദ്ദേശിച്ചത് യഥാർത്ഥ പക്ഷികളല്ലെന്നും മറിച്ച് അത് കൊതുകുകളോ ഈച്ചകളോ വഴി പകർന്ന വസൂരി അല്ലെങ്കിൽ പ്ലേഗ് പോലുള്ള രോഗാണുക്കളാണെന്നുമാണ് ഇയാളുടെ വിശദീകരണം. നമ്മളവിടെ തഫ്സീറുകളിൽ എല്ലാ മുഫസ്സിറുകളും വളരെ വിശദമായി പറഞ്ഞ സംഗതിയാണ്. ഓരോ ആളുകൾക്ക് പേരൊക്കെ ചെയ്ത് രജിസ്റ്റർ ചെയ്ത ഓരോ കല്ലുകളാണ് ഓരോ പക്ഷിയും കൊണ്ടുവന്നിരുന്നത് എന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്. അതങ്ങനെയുള്ളൊരു പക്ഷികളൊന്നും അല്ല അവിടെ വന്നത്. പിന്നെ കൊതുക് അല്ലെങ്കിൽ ഈച്ച വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പകർച്ചവ്യാധി നൽകിയതാണ്. അതൊന്നുകിൽ ഏതാകാം, പ്ലേഗ് ആകാം, അല്ലെങ്കിൽ വസൂരി ആകാം എന്ന നിലക്കാണ് ഇയാൾ അവിടെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. മസീഹുദ് ദജാലിനെ സംബന്ധിച്ച് ഇയാൾ ഈ തഫ്സീറിൽ ഇയാളെ പറ്റിയ ഏറ്റവും വലിയ ഷെയ്ഖാണ് ഇപ്പോൾ മുഹമ്മദ് അബ്ദു എന്ന് പറയുന്നത്. മുഹമ്മദ് അബ്ദു എന്ന് പറഞ്ഞ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ്. അപ്പം ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യൻ മുഹമ്മദ് അബ്ദുവിൻ്റെ ശിഷ്യൻ റഷീദ് റിളയുടെ ശിഷ്യൻ KM മൗലവി. ഇങ്ങനെയാണ് വഹാബിയത്തിൻ്റെ സനദ് പോണത്. അപ്പോൾ ഈ മുഹമ്മദ് അബ്ദു ആണ് വലിയ ഷെയ്ഖ്. ഇയാൾ ചില തഫ്സീർ ആയത്തുകൾക്ക് ചില വിശദീകരണങ്ങളൊക്കെ എഴുതുകയും അൽ ഉർവത്തുൽ വുഫ്ഖ എന്ന് പറയുന്ന മാസികയിൽ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ തഫ്സീറുൽ മനാർ രചിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് വസുഇലാനിൽ മസീഹിദ് ദജ്ജാൽ. തഫ്സീറുൽ മനാറിൽ പറയുന്നു 3262 വസുഇലാനിൽ മസീഹിദ് ദജ്ജാൽ. മുഹമ്മദ് അബ്ദുവിനോട് മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ചോദ്യം വന്നു. വഖത്ലി ഈസാ ലഹു, ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ വധിക്കും, ഈസാ നബി അന്ത്യനാളിൽ ഇറങ്ങി വരും എന്നൊക്കെ ബുഖാരി മുസ്ലിം തുടങ്ങി എല്ലാ ഹദീസ് പണ്ഡിതന്മാരും നിവേദനം ചെയ്ത ഹദീസുകളാണ്. ഖുർആനും അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഫഖാല ഇന്ന ദജ്ജാല റംസുൻ ലിൽ ഖുറാഫാത്തി, അതൊക്കെ ഖുറാഫാത്തിലേക്കുള്ള ചില സൂചനകളാണെന്നാണ് ദജ്ജാല്. പിന്നെ വൽ കബാഇഹി, മോശമായ കാര്യങ്ങൾ, അല്ലത്തി തസൂലു ബി തക്രീരി ശരീഅത്തി അലാ വജ്ഹിഹ, ശരീഅത്ത് നിയമങ്ങൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നടപ്പാക്കിയാൽ ഇല്ലാതെയാകാവുന്ന ചില അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ചില മോശമായ കാര്യങ്ങളുമാണ് മസീഹുദ് ദജ്ജാൽ. അല്ലാത്ത ദജ്ജാലൊന്നും ഇവിടെ വരൂല എന്നാണ് മുഹമ്മദ് അബ്ദു
ഇതിന് മറുപടി നൽകി എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ചു കൊണ്ടുപോവുകയാണ് തഫ്സീറുൽ മനാറിൽ ചെയ്യുന്നത്. വല്ലഖദി ബി അസ്റാരിയ വഹിക്കം വഇന്നൽ ഖുർആന അഅ്ലമു ഹാദിന്നിലാ ഹാദിഹിൽ ഹിക്കമി വൽ അസ്റാർ. ഖുർആൻ തന്നെ എമ്പാടും മതി. വസുന്നത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബയ്യിനത്തുൽ ലിദാലിക ഫലാ ഹാജത ലിൽ ബശരി. അതുകൊണ്ട് മനുഷ്യർക്ക് ഇനി ആവശ്യമില്ല ഇലാ ഇസ്ലാഹിൻ വറാ അർറുജൂഇ ഇലാ ദാലിക. ഖുർആൻ ഇവിടെ ഉണ്ടല്ലോ, എമ്പാടും മതി, ഇനി ഈസാ നബിന്റെ വരവൊന്നും ജനങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ വിഷയത്തെ വ്യക്തമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന്